ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരും മില്യൺ ബിസിനസ് ചാനലിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. IT സെക്ടേഴ്സിന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എബൌട്ട് 2% ആണ് IT സെക്ടേഴ്സ് ഇന്ന് റാലി നടത്തിയത്. നിഫ്റ്റി 50 24,868 ക്ലോസ് ചെയ്യുമ്പോൾ 95 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് 54,216 ക്ലോസ് ചെയ്യുമ്പോൾ 29 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 103 പോയിൻറ്റ്സ് ഉയർന്ന് 57,464 ക്ലോസ് ചെയ്തു. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 59 പോയിൻറ്റ്സ് ഉയർന്ന് 17,744 ക്ലോസ് ചെയ്തത്. ഇന്ത്യ വിക്സ് ഇന്ന് 10.68 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 314 പോയിൻറ്റ്സ് ഉയർന്ന് 81,101 ക്ലോസ് ചെയ്തു. DIFA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DII 83 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FII അതിലും വിപരീതമായി ഇന്ന് ബൈ മോഡലിലേക്കാണ് വന്നിരിക്കുന്നത്. 250 കോടി രൂപയുടെ നെറ്റ് ബൈ ആയിരുന്നു ഇന്ന് FII നടത്തിയത്. FII ഇന്നലെ 2,169 കോടി നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. DII 3,014 കോടി നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി എനർജി, നിഫ്റ്റി ഇൻഫ്ര, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി PSU ബാങ്ക് ആൻഡ് നിഫ്റ്റി റിയാലിറ്റി റെഡിൽ ക്ലോസ് ചെയ്തപ്പോൾ ബാക്കി സ്ക്രീനിൽ കാണുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ IT മാത്രമാണ് നല്ല റാലി കാണാൻ സാധിച്ചത്. IT 2.76% റാലി നടത്തി. പുതിയ IT മേഖലയിലുള്ള മാറ്റങ്ങളിൽ ഇതിന് നല്ലൊരു പങ്കുണ്ട്. അമേരിക്കയുടെ സൈഡിൽ നിന്നുള്ള ഒരു ഭീഷണിയൊക്കെ അതിന് കുറവ് വന്നതുകൊണ്ട് IT സെക്ടേഴ്സ് നല്ല റാലി നടത്തി. നിഫ്റ്റി ഓട്ടോ 27,182 ക്ലോസ് ചെയ്തപ്പോൾ 6 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി എനർജി 41 പോയിൻറ്റ്സ് കുറഞ്ഞ് 34,249 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 25,961 ക്ലോസ് ചെയ്തപ്പോൾ 19 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 325 പോയിൻറ്റ്സ് ഉയർന്ന് 56,497 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,541 ക്ലോസ് ചെയ്യുമ്പോൾ 111 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 8,965 ക്ലോസ് ചെയ്യുമ്പോൾ 6 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 945 പോയിൻറ്റ്സ് ഉയർന്ന് 35,255 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മീഡിയ എന്നത്തെ അതേ പോയിൻ്റാണ് നിലനിർത്തി 1621 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ ഇന്ന് 9734 ക്ലോസ് ചെയ്തപ്പോൾ 16 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 10,927 ക്ലോസ് ചെയ്തപ്പോൾ 32 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി ഫാർമ 187 പോയിൻറ്റ്സ് ഉയർന്ന് 22,052 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 9 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 6879 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി 2 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി 873 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ 1,050 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,424 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 months മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ, അതായത് 2024 സെപ്റ്റംബറിൽ 25,810 നിന്ന നിഫ്റ്റി ഇന്ന് 24,868 ക്ലോസ് ചെയ്യുമ്പോൾ 1.46% ലോസാണ് ഇതുവരെ കഴിഞ്ഞ 12 മാസമായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ജനുവരി 1 23,644 സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഇന്നത്തെ ലെവലിൽ 24,868 നിൽക്കുമ്പോൾ 5.18% പ്രോഫിറ്റാണ് ഈ വർഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ഈ ആഴ്ച ആകെ 127 പോയിൻറ്റ്സ് ഉയർന്നു 0.52% ഗെയിൻ ഉണ്ടായി. ഗൈനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫി 4.85% റാലി നടത്തി. ഡോക്ടർ റെഡ്ഡി 3.50%, വിപ്രോ 2.81%, അദാനി പോർട്സ് 2.54%, ടെക്കം 2.45%, SBI ലൈഫ് 1.63%, STI ടെക് 1.57%, ഏഷ്യ മോട്ടോഴ്സ് 1.15%, HDFC ലൈഫ് 1.14%, നെസ്ലെ ഇന്ത്യ 1.09% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ട്രെൻഡ് ഇന്നും 1.74% ഫോളോ കണ്ടു. ഇറ്റേണൽ 1.20%, അൾട്രാസിംകോ 0.81%, ജിയോ ഫിനാൻസ് 0.80%, ടൈറ്റാൻ 0.63%, ഇൻഡസ്ഇൻഡ് ബാങ്ക് 0.63%, NTPC 0.61%, ടാറ്റ മോട്ടോഴ്സ് 0.60%, ബജാജ് ഓട്ടോ 0.46% ആൻഡ് ശ്രീറാം ഫിനാൻസ് 0.33% ഫോളോ ഉണ്ടായി. മറ്റുള്ള ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ USA നിന്ന് PPI ഡേറ്റ വരുന്നുണ്ട് 10 സെപ്റ്റംബറിന്. USA നിന്ന് തന്നെ നാളെ ക്രൂഡ് ഓയിൽ ഇൻവെൻട്രി ഡേറ്റ നാളെ വരുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ഓൾ.